ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അൻസ എന്നാണ്. അപ്പോൾ ഞാൻ എൻ്റെ ചാനലിലും കൂടുതലായിട്ട് കുഞ്ഞു കുഞ്ഞു സ്കിൻ കെയർ വീഡിയോസ് ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ സ്കിൻ കെയർ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വൈറലായിട്ടുള്ള കൊറിയൻ ഫേസ് പാക്കുമായിട്ടാണ്. ഇപ്പോൾ കൂടുതൽ ആൾക്കാരും പ്രിഫർ ചെയ്യുന്നത് കൊറിയൻ പ്രൊഡക്ട്സ് ആണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഫാസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് ഈ ഒരു കൊറിയൻ പ്രൊഡക്ട്സ് നമുക്ക് തരുന്നുണ്ട്. ഇപ്പോൾ ബ്യൂട്ടി പ്രോഡക്ട്സ് നോക്കിയാലും ഏറ്റവും കൂടുതൽ ആളുകളും കൊറിയൻ ബ്രാൻഡഡ് ആയിട്ടുള്ള ബ്യൂട്ടി പ്രോഡക്ട്സ് ആണ് കൂടുതൽ ആൾക്കാർ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നോർമൽ ആയിട്ടുള്ള ബ്യൂട്ടി പ്രോഡക്ട്സിൽ നിന്ന് വളരെയധികം ഡിഫറെൻ്റ് ആണ് ഈ കൊറിയൻ ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് എല്ലാം. അപ്പോൾ നിങ്ങൾ വീഡിയോസിലെല്ലാം കണ്ടിട്ടുണ്ടാവും ഈ കൊറിയക്കാരുടെയൊക്കെ സ്കിന്ന് നല്ല ഗ്ലാസി ആയിട്ട് നല്ല ഗ്ലോയി ആയിട്ട് ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന ഈ ഒരു ഫേസ് പാക്ക് വെറും 3 days നിങ്ങൾ കണ്ടിന്യൂസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും അതുപോലത്തെ ഗ്ലാസ് ലൈക്ക് സ്കിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഒത്തിരി ഇത് നീട്ടി വലിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് അരിപ്പൊടിയാണ് വേണ്ടത്. ഇപ്പം ഞാൻ എടുത്തേക്കുന്ന ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഈ ഒരു ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്നത്. അപ്പം ഈ ഫ്ലാക്സ് സീഡ് നമ്മുടെ സ്കിന്നിന് അത്രയ്ക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സീഡാണ്. ആ ഫ്ലാക്സ് സീഡ് നമുക്ക് നമ്മുടെ ആയുർവേദ കടയിലൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇതിങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിന് മലയാളത്തിൽ പറയുന്നത് ചണവിത്ത് എന്നാണ്. അപ്പം നമ്മുടെ സ്കിന്നൊന്ന് ഗ്ലോ ആക്കാനും നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട്സ്, ഡാർക്ക് സർക്കിൾസ്, പിന്നെ നമ്മുടെ ഫൈൻ ലൈൻസ് എല്ലാം റെഡ്യൂസ് ചെയ്ത് നമ്മുടെ പിഗ്മെൻറ്റേഷൻ എല്ലാം റെഡ്യൂസ് ചെയ്യാനായിട്ട് ഇത് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഇതിന് ഏകദേശം ഒരു 40 to 50 റുപ്പീസാണ് വരുന്നത്. വലിയ വിലയൊന്നുമില്ല. നിങ്ങൾ ഒരു വട്ടം വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കുറേ നാളത്തേക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. വേറൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, പിമ്പിളിന് എങ്ങനെയാണ് ഈ ഒരു സീഡ് ഉപയോഗപ്രദമാകുന്നതെന്ന് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആക്നി പ്രോൺ സ്കിന്ന് പിമ്പിളൊക്കെ ഉള്ളവരാണെങ്കിൽ ആ ഒരു വീഡിയോ പോയി എന്തായാലും ഒന്ന് കാണുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ സ്റ്റൗവിൽ കുറച്ച് വെള്ളം ചൂടാക്കിയെടുക്കുക. അതിലോട്ട് നമ്മുടെ ഫ്ലാക്സ് സീഡും നമ്മുടെ അരിപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടെ ഫ്ലാക്സ് സീഡ് 2 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അതേ റേഷ്യോയിൽ തന്നെ വേണം നിങ്ങൾ അരിപ്പൊടി എടുക്കാൻ. അരിപ്പൊടിയും ഞാൻ 2 സ്പൂൺ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറേ കട്ട പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളതെല്ലാം നല്ല സ്പൂൺ വെച്ച് നന്നായിട്ട് അതൊന്ന് ഉടച്ചു കൊടുക്കുക. നല്ല ജെൽ കൺസിസ്റ്റൻസി ആവണ വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒത്തിരി കട്ടി കൂടുവാണെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് പിന്നെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിത് രണ്ടും നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കുറച്ച് ഒരു ടൈം കഴിയുമ്പോൾ നല്ലൊരു ജെല്ലായിട്ടും നല്ലൊരു കട്ടിയിലുള്ള ഒരു കൺസിസ്റ്റൻസിയിലായിട്ട് വരുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ജെല്ല് ഒരു മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് പച്ചപ്പാലും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഗായ്സ്, നമ്മുടെ ഫേസ് പാക്ക് ഇതാ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതാ ഒരു പ്ലേറ്റ് നിറയെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മുടെ ടാനൊക്കെ റിമൂവ് ചെയ്ത് സ്കിന്നൊക്കെ നല്ലൊരു ബ്രൈറ്റൻ ആക്കാനും ഗ്ലോ ആക്കാനും ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ്. അപ്പം നമുക്കിത് നമ്മുടെ ഫേസിലൊന്ന് അപ്ലൈ ചെയ്യാം. ഇതാ ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എന്നെ ഫേസിൽ അപ്ലൈ ചെയ്യാം. നമുക്ക് വേണ്ടത് ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയാണ്. ഒത്തിരി തിക്കും അല്ല, ഒത്തിരി വാട്ടറി അല്ലാത്തൊരു കൺസിസ്റ്റൻസി വേണം. ഇതിന് നമ്മുടെ കൊക്കോ ഒക്കെ ഇല്ലേ, കൊക്കോ, ആ ഒരു കൊക്കോൻ്റെ ഒക്കെ സ്മെല്ലുണ്ട്. ഇത് നിങ്ങളൊരു 3 days കണ്ടിന്യൂസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിലുണ്ടാകുന്ന ആ ഡിഫറൻസ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. ഞാൻ എൻ്റെ വീഡിയോസിലെല്ലാം കാണിക്കുന്നത് എനിക്ക് നന്നായിട്ട് യൂസ്ഫുള്ളായ ഫേസ് പാക്ക് മാത്രമായിട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതെന്തായാലും യൂസ് ചെയ്ത് നോക്കുക. യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ആദ്യമായിട്ട് എൻ്റെ ചാനലൊക്കെ കാണുന്നെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പാക്കൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയി അതൊക്കെ ഒന്ന് കാണുക. ഫേസിലും നെക്കിലും നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക നന്നായിട്ട്. അപ്പം നമ്മുടെ കൂട്ടത്തിൽ ബ്രൈഡ്സ് ഒക്കെ ആവാൻ പോണവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ പറ്റിയൊരു ഫേസ് പാക്കാണ്.
അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് ഒരു 20 മിനിറ്റ്സ് ഫേസിൽ വെക്കാം. 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്കിത് വാഷ് ഔട്ട് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ അതാ ഞാൻ എൻ്റെ ഫേസിൽ നല്ല രീതിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഫേസിലൊരു 20 മിനിറ്റ്സ് വെച്ചതിന് ശേഷം നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാവേ. അപ്പോൾ 20 മിനിറ്റ്സ് കഴിഞ്ഞ് കാണാം. അപ്പോൾ ഞാൻ ഇതൊരു 20 മിനിറ്റ്സ് വെച്ച് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊരു വൺ സൈഡ് മാത്രമായിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് ആ ഒരു ഡിഫറൻസിയേഷൻ മനസ്സിലാവാനായിട്ട് ഞാനൊരു വൺ സൈഡ് മാത്രമായിട്ട് നിങ്ങൾക്ക് വൈപ്പ് ചെയ്ത് കാണിച്ചു. നല്ല ഡ്രൈ ആയതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം യൂസ് ചെയ്ത് ഒരു ചെറിയൊരു മസാജൊക്കെ കൊടുത്തിട്ടാണ് വൈപ്പ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളും ഇത് റിമൂവ് ചെയ്യുമ്പം ഒരു മൈൽഡായിട്ടൊരു മസാജ് കൊടുത്തിട്ട് വേണം റിമൂവ് ചെയ്യാനായിട്ട്. വൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. നല്ലൊരു വൈറ്റനിങ് ആയിട്ടുള്ളൊരു നല്ലൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നോക്കിയാൽ നല്ല ഫേസിനൊക്കെ നല്ലൊരു ഗ്ലോ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് കണ്ടിന്യൂസ് ഒരു വൺ വീക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് തന്നെ. അപ്പോൾ നമുക്കിതൊന്ന് ഫേസ് ഫുള്ളായിട്ട് വാഷ് ചെയ്തിട്ട് കാണാവേ. അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതാ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എൻ്റെ കൈയും എൻ്റെ ഫേസും തമ്മിൽ എന്തുമാത്രം ഡിഫറൻസ് ഉണ്ടോ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാം. ഫേസ് ആണെങ്കിൽ നല്ലൊരു ഗ്ലോയിങ് നല്ലൊരു വൈറ്റനിങ് എഫക്റ്റുമാണ്. നിങ്ങൾക്ക് നന്നായിട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതൊരു ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങൾ അത്രയ്ക്ക് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിലും നല്ലൊരു റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇത് മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു ഫേസ് പാക്കാണ്. ആരും ഇത് മിസ് ചെയ്യരുത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്നെ ഒന്ന് അറിയിക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.